നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ താരം നമ്മുടെ സ്വന്തം അവിയലാണ്. സദ്യയിലെ ഒരു പ്രമുഖൻ തന്നെയാണ് അല്ലേ അവിയൽ. വെജിറ്റബിൾസിന്റെ കൂടെ കുറച്ച് തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിന്റെ ഇലയൊക്കെ കൂടി വരുമ്പോ തന്നെ നമുക്ക് അവിയൽ കഴിക്കാൻ തോന്നില്ലേ. അത്രയും പോഷക സമൃദ്ധമാണ് അവിയൽ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു സദ്യക്ക് പാകത്തിലുള്ള അവിയൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് വീഡിയോയിലേക്ക് പോവാം. എല്ലാരും കണ്ടു നോക്കൂട്ടോ. നമ്മുടെ അവിയലിനായിട്ട് ഞാൻ ഇന്നിവിടെ ചട്ടിയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞതാണ് ഇടുന്നത്. അവിയലിന് എപ്പോഴും നീളത്തിലാണ് കേട്ടോ അരിയേണ്ടത്. നീളത്തിൽ അരിഞ്ഞ കുമ്പളങ്ങയാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇടേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തിടാം. ഒരു ക്യാരറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് മത്തനാണ്. ഒരു 1/2 കപ്പ് പച്ചപ്പയറ്. എന്ത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാം. പിന്നെ വേണ്ടത് ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്തതാണ്. അതൊരു 5 പീസ് ഉണ്ട്. അതിനെ ഞാൻ ഹാഫ് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ബീൻസും 1/2 കപ്പ് നേന്ത്രക്കായും ഒരു 1/2 പീസ് നേന്ത്രക്കായും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തതാണ്. പിന്നായിട്ട് 1/2 കപ്പ് ചേന കട്ട് ചെയ്തതും. ചേനയും ഇതൊക്കെ ഞാൻ നല്ലവണ്ണം തിന്നായിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഒന്നിച്ച് വേവില്ല. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞ കളർ നല്ലോണം വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം മോരാണ് ഒഴിക്കുന്നത്. അധികം ഒരുപാട് പുളിയുള്ളതല്ല, കുറച്ച് പുളിയുള്ള മോരൊഴിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തൈരിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ മോരിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. വേറെ കുക്കിംഗ് കഴിഞ്ഞാൽ വേറെ മോര് ചേർക്കാറില്ല. ഇതിനെ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവാണ്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആ മോരിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ വെള്ളം മതിയോ എന്ന് നോക്കാം. കുറച്ച് വെള്ളമേ വേണ്ടൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാനുള്ള വെള്ളം മാത്രമേ അതിലിടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും അവിയൽ പോലുള്ള സാധനങ്ങൾ ഹിൻഡാലിയം പാത്രത്തിലും അലുമിനിയം പാത്രത്തിലും ഒന്നും കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ദാ കണ്ടോ, തിളച്ചു തുടങ്ങി. വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ ഇതിന്. ഈ വെജിറ്റബിൾ ഒന്നും ഒരിക്കലും മാഷ് ആവണ മാതിരി കുക്ക് ആവരുത്. അതൊന്നും കടിക്കുന്ന ടേസ്റ്റിലുണ്ടാവണം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ഇത് കുക്കാവട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരയ്ക്കാനുള്ളത്, ഗ്രേവിക്കുള്ളത് നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകാണ് ഇടുന്നത്. അവിയലിൽ വേറെ എരിവിടില്ല, അതുകൊണ്ട് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇത് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ച് അരക്കരുത്. വെറുതെ ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് ക്രഷ് ചെയ്യുക. ഗ്രേവി ഈ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ അവിയൽ ഒരിക്കലും ഇതിലായിട്ട് കിട്ടില്ല. ഇപ്പൊ ഇതാ ഏകദേശം വെന്ത് തുടങ്ങണേ ഉള്ളൂ, വെന്തിട്ടില്ല. കുറച്ച് കണ്ടോ, ഇപ്പൊ തന്നെ ആ കുമ്പളങ്ങയിലും മത്തനിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം വറ്റുമ്പോഴേക്കും ഇതിന്റെ വെജിറ്റബിളിന്റെ വേവും പാകമായിരിക്കും. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മോരൊഴിച്ച് വേവിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിളിലേക്ക് ആവശ്യത്തിന് പുളിയെല്ലാം അതിലേക്ക് കയറും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവിയൽ വളരെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സദ്യക്ക് വിളമ്പുന്നമായി ഒരുപാട് എന്താ പറയുക കുഴഞ്ഞ പരുവത്തിലല്ലാതെ. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ വേണ്ടു. അത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കൂടുതലാണെങ്കിൽ മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യം വരില്ല. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോ എല്ലാം വിട്ടാണ് കിടക്കുന്നത്. എന്ന ആവശ്യത്തിന് കറക്റ്റായിട്ട് എല്ലാത്തിലും പിടിക്കുകയും ചെയ്യും ഈ തേങ്ങ. അപ്പൊ തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ വേവിക്കരുത്. നമുക്കത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ഇടുന്നത്.
ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഞാൻ നല്ല എണ്ണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട. വെളിച്ചെണ്ണയും കൂടി ആകുമ്പോഴാണ് അവിയലിന് ആ ഒരു ഫ്ലേവർ കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് തണുത്തതിന് ശേഷം മാത്രം പാത്രത്തേക്ക് മാറ്റാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി അടച്ചു വെക്കണം, അപ്പോഴേ അതെല്ലാറ്റിലേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വേറിട്ട് കിട്ടുന്ന നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ബാക്കി വിഭവങ്ങളൊക്കെ കണ്ടു നോക്കൂ. താങ്ക്